ഓരോ പ്രവാസിക്കും സീസണുകൾ അടക്കുമ്പോൾ, അതായത് ഉത്സവ സീസണുകളായിക്കോട്ടെ, ഓണം ആയിക്കോട്ടെ, അങ്ങനെ എന്തും ആയിക്കോട്ടെ, അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമാണ് നാട്ടിലേക്കൊന്നെത്തുക, എല്ലാവരോടൊപ്പം ഒന്ന് നിൽക്കുക എന്നുള്ളതൊക്കെ. പക്ഷെ പലപ്പോഴും ഈ എയർലൈനുകളുടെ ചാർജ് വർധന അതിന് വിഘാതമായി നിൽക്കാറുണ്ട്. നെഞ്ചുരുകിയിട്ടാണെങ്കിലും ഇത്തവണ പോകണ്ട എന്ന് വയ്ക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. അതിനെല്ലാം പൂട്ടിടുകയാണ് ഇപ്പോൾ മോദി സർക്കാർ. ഒരു വമ്പൻ ചരിത്രപരമായിട്ടുള്ള പ്രഖ്യാപനം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ എയർലൈനുകളുടെ ഈ കൊള്ളയ്ക്കെതിരെ ഇനി ഈ പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന വാർത്തയുണ്ട്, അല്ലേ മാഷെ? തീർച്ചയായിട്ടും ചരിത്രപരം എന്ന് തന്നെയാണ് ഇതിനെ പറയേണ്ടത്. കാരണം ഞാനൊക്കെ കേരളത്തിൻ്റെ തെരുവുകളിൽ എത്ര സമരങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയോ, ഈ എയർപോർട്ട് ഈ എയർലൈനുകളുടെ കൊള്ളയ്ക്കെതിരായിട്ട്. എല്ലാ പ്രവാസി സംഘടനകളും ഒച്ചവെച്ചിട്ടുണ്ട്, രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്, നേതാക്കന്മാരൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ആരും അറിയാതെ ഒരു ഒച്ചപ്പാടും ഉണ്ടാക്കാതെ, ഒരു മഹാസമ്മേളനവും നടത്താതെ, ഒരൊറ്റ പത്രക്കുറിപ്പിലൂടെ അതിന് പരിഹാരം കണ്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഉത്തരവിറക്കിയപ്പോൾ ഒരു നല്ല വാക്ക് പറയാൻ ആരെയും ഞാൻ കാണുന്നില്ല. അതാണ് എൻ്റെ ഒരു വലിയ പരാതി. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞങ്ങളെ ആവശ്യങ്ങൾ അംഗീകരിച്ചല്ലോ, മോദിജി നന്ദി എന്ന് പറയണ്ടേ? ഏത് ഗവൺമെൻറ്? ഇന്ത്യയിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെൻറ് അല്ലേ? ജനങ്ങൾക്ക് അനുകൂലമായി, ജനങ്ങളുടെ എത്രയോ ചിരകാലമായ ഒരു സ്വപ്നം, ജനങ്ങളുടെ എത്രയോ കാലത്തെ ആവശ്യം, അതൊരു ഗവൺമെൻറ് അംഗീകരിച്ചു എന്ന് പറയുന്നത് എന്താണ് അറിയില്ല, എനിക്കറിഞ്ഞൂടാ. അപ്പോൾ 4 ദിവസമായി തീരുമാനം, മൂന്ന് ദിവസം കഴിഞ്ഞു തീരുമാനം. നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഇതിന് ഏറ്റവും വിലങ്ങുതടി. കേരളത്തിന് പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ അംഗീകരിച്ചു തുടങ്ങി. പക്ഷെ അവർ അതേസമയം വിമർശനങ്ങളും പറയുന്നുണ്ട്. ആ ഒരു മര്യാദയിലേക്ക് എത്താനായിട്ട് കേരളത്തിന് കഴിയുന്നില്ല. ഞാൻ പറയുന്ന അതാണ്, തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവകാശമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കാതൽ. അതുണ്ട്, നമ്മളത് കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ വിമർശനം മാത്രം ഒരു പണിയാക്കരുത്. അതെ, നല്ലത് ചെയ്താൽ, ജനങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ, ജനവികാരം മനസ്സിലാക്കി പെരുമാറുമ്പോൾ അതിനെ അഭിനന്ദിക്കുകയും സ്വീകരിക്കുകയും വേണം, നന്ദി പറയണം. എന്നിട്ട് നമുക്ക് എതിരായി എന്തെങ്കിലും കണ്ടാൽ വിമർശിക്കാം. ആ ജനാധിപത്യ മര്യാദ പാലിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ എയർപോർട്ടുകളുടെ കൊള്ള, മീൻസ് എയർലൈനുകളുടെ കൊള്ള. ഒന്ന് ആലോചിച്ച് നോക്കൂ. നീ ഇപ്പോൾ പറഞ്ഞ പോലെ ഓണത്തിന് വരാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ ഓണം വന്നാൽ എന്താ, കേരളത്തിലേക്ക് ഗൾഫ് സെക്ടറിൽ നിന്ന് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ യാത്രക്കാർ വരുന്നവർക്കറിയാം. അന്നേരം കൂട്ടി സാധാരണഗതിയിൽ ഒരു 10,000 രൂപ പരമാവധി 7,000-നും 8,000-ത്തിനൊക്കെ പോരുന്ന റൂട്ടിൽ ആ സീസൺ ആകുമ്പോൾ 25,000-വും 30,000-വും ആകും. എത്ര ഇരട്ടിയാണ് വാങ്ങുന്നതെന്നറിയാം. കൊള്ളയടിക്കുക എന്നതിനാണ് പേര്. അതിനവർ പേരുന്നൊരു മനോഹരമായ ഓമന പേരുണ്ട്, ഡൈനാമിക് പ്രൈസിംഗ് എന്നാണ് പറയുക. പ്രൈസ് ഒന്നും അങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കാൻ പാടില്ല. സ്ഥിരം വില എന്ന് പറയുന്നൊരു സാധനമില്ല. ആവശ്യത്തിനനുസരിച്ച് വില കൂട്ടാനും കുറക്കാനും പറ്റണം. എന്നാൽ കുറക്കോ? ഒരു കാലത്തും കുറക്കുകയില്ല. എന്നാലോ ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ സത്യത്തിൽ ഇപ്പോൾ ആരും യാത്രക്കാരില്ലാത്ത സമയം, യാത്രക്കാരെ യാത്ര ചെയ്യാൻ തയ്യാറില്ലാത്ത സമയത്തൊന്ന് വില കുറച്ചിട്ട് ഒരു ഓഫർ പ്രഖ്യാപിക്കണ്ടേ? ഇപ്പോൾ വന്നാൽ നിങ്ങൾക്ക് ദുബായിലേക്ക് 5,000 രൂപയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് ഓഫർ വെച്ച് നോക്കട്ടെ. ഇപ്പോൾ ഓഫ് സീസണാണ്, അങ്ങനെയൊന്നും വെക്കൂല. അവിടെ ദുബായ് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ചാർജ് കൂട്ടും, ഇവിടെ ഓണം നടക്കുമ്പോൾ വില കൂട്ടും, അവിടെ സ്കൂൾ പൂട്ടുമ്പോൾ വില കൂട്ടും, സ്കൂൾ തുറക്കുമ്പോൾ വില കൂട്ടും. ഇതാണ് ചെയ്യുന്ന പണി. ഇന്ത്യ ഗവൺമെൻറ് വളരെ മനോഹരമായിട്ട് ഇടപെട്ടു, സമർത്ഥമായിട്ട് തീരുമാനമാക്കിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ വ്യോമയാന വകുപ്പ് മന്ത്രി, സിവിൽ ഏവിയേഷൻ്റെ മന്ത്രി റാംമോഹൻ നായിഡുവാണ്, TDPയുടെ തെലുങ്കുദേശം പാർട്ടിയുടെ നേതാവാണ് റാംമോഹൻ നായിഡു. അദ്ദേഹം ഒരൊറ്റ പ്രഖ്യാപനത്തിലൂടെ തീർത്തു. ആ പ്രഖ്യാപനം ഈ കഴിഞ്ഞ ദിവസം ഒക്ടോബർ 14-ാം തീയതി, ഇന്നു മുതൽ ഈ രാജ്യത്ത് ഒരു നിയമം വരാൻ പോകുന്നു. ആ നിയമം എന്താണ്? 1 റൂട്ട് 1 ഫെയർ. ഇന്ത്യയിൽ നിന്ന് ഏത് വിമാനം ആരോടിച്ചാലും, ഏത് കമ്പനിയുടേതായാലും ഒരു സെക്ടറിൽ, ഒരു റൂട്ടിൽ ഒരു ഫെയറേ വാങ്ങാൻ പാടുള്ളൂ. എത്ര വിപ്ലവകരമായ തീരുമാനം ആലോചിച്ച് നോക്കൂ. തിരുവനന്തപുരത്ത് നിന്ന് അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കുള്ള റൂട്ട് എല്ലാ കാലത്തും അത് പുതുക്കുന്നത് വരെ കാലാനുസൃതമായിട്ട് 1-2 കൊല്ലം കൂടുമ്പോൾ എയർലൈനിൻ്റെ ചെലവുകൾക്ക് അനുസരിച്ച് കൂട്ടാം. ബസ് ചാർജ് ന്യായമാണ്, ബസ് ചാർജ് കൂട്ടാം, ട്രെയിൻ ചാർജ് കൂട്ടാം, അത് ഗവൺമെൻറ് തീരുമാനിക്കാൻ കൂടും. പക്ഷേ ഇപ്പോൾ ഒരു തീരുമാനം ഇന്ത്യ ഗവൺമെൻറ് എടുത്തിരിക്കുന്നു. നിങ്ങളൊരു ചാർജ് ഫിക്സ് ചെയ്തോ, അത് ഫിക്സഡ് ആയിരിക്കണം. അത് നിങ്ങൾക്ക് തോന്നിയ പോലെ കൂട്ടാൻ പറ്റില്ല. ഇപ്പോൾ 1 മാസം മുമ്പ് ബുക്ക് ചെയ്യുമ്പോൾ ഒരു റേറ്റ്, പിന്നെ ഒരാഴ്ച മുമ്പ് നോക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി, ഒരു ദിവസം മുമ്പ് നോക്കുമ്പോൾ അതിൻ്റെ 3 ഇരട്ടി. ആ ഏർപ്പാട് പറ്റില്ല. നിങ്ങൾ ഈ ഡൈനാമിക് പ്രൈസിംഗ് എന്ന കാട്ടുകൊള്ള അവസാനിപ്പിക്കണമെന്ന് പ്രഖ്യാപിച്ചു. എന്നിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നത് തൽക്കാലം പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ പരീക്ഷണം 1 റൂട്ട് 1 ഫെയർ, പണ്ട് ഉള്ള മുദ്രാവാക്യം പോലെ 1 നേഷൻ 1 ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞിരുന്ന പോലെ, 1 ഇന്ത്യ 1 ഇലക്ഷൻ, 1 ഇന്ത്യ 1 ഇലക്ഷൻ എന്നൊക്കെയുള്ള മുദ്രാവാക്യം പോലെ
അത് സത്യത്തിൽ മൗലികമായ പരിഷ്കാരങ്ങളാണ്. പക്ഷെ അത് സാധാരണ ജനങ്ങളെ അത്രക്ക് പള്ളക്കടിക്കുന്നതല്ല. അതെ. ഇത് ഇവന്റെ വയറ്റത്തടിക്കുന്ന കാര്യമാണ്. അതെ, എത്രയും പ്രവാസികൾ നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രവാസികൾ എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും കേരളീയർ എനിക്ക് തോന്നുന്നു വലിയ ആഹ്ലാദത്തോടെ ആയിരിക്കും ഈ വാർത്ത സ്വാഗതം ചെയ്യുക. ഒക്ടോബർ 14 പ്രഖ്യാപിച്ചു. ഇന്നു മുതൽ ഡിസംബർ 31 വരെ നിരീക്ഷണ കാലമാണ്, എന്ന് വെച്ചാൽ പ്രൊബേഷൻ പീരീഡാണ്. ഈ കാലത്ത് ഞങ്ങൾ എല്ലാ സെക്ടറിനെയും അടിച്ചേൽപ്പിക്കുന്നില്ല, ഒരുങ്ങിക്കൊള്ളുക. ഡിസംബർ 31 കഴിഞ്ഞാൽ പിന്നെ പുതുവർഷമാണ്. 2026 ജനുവരി 1 മുതൽ ഇന്ത്യയിൽ നിന്ന് ഓടുന്ന ഏത് വിമാനവും ഒരു സെക്ടറിലേക്ക് ഒരു ചാർജേ വാങ്ങാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ താൽക്കാലിക അടിസ്ഥാനത്തിൽ ചില റൂട്ടുകളിൽ ആണ് ഇത് കൊടുക്കുന്നത്. ഇത് പരീക്ഷണ അടിസ്ഥാനത്തിലാണ്, താൽക്കാലിക അടിസ്ഥാനത്തിൽ ചില റൂട്ടുകളിൽ മാത്രം, തിരഞ്ഞെടുത്ത റൂട്ടുകളിൽ മാത്രമാണ്. പക്ഷേ അടുത്ത പുതുവർഷം മുതൽ നടപ്പാക്കും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം കൂടി ഈ കൂട്ടത്തിൽ പ്രഖ്യാപിച്ചു. എന്താണത്? അത് ഈ തീരുമാനം, ഈ വിപ്ലവകരമായ തീരുമാനം ആദ്യം നടപ്പാക്കേണ്ടത് ആരാണ്? ലോകത്തിലെ ഓരോ രാജ്യത്തിൻ്റെയും ഉടമസ്ഥതയിലുള്ള ഗവൺമെൻറ് ഓൺഡ് ആയിട്ടുള്ള പബ്ലിക് സെക്ടറിലെ വിമാന കമ്പനികളാണ് ഇത് ഏറ്റവും ആദ്യം നടപ്പാക്കേണ്ടത്. എന്നാലേ പ്രൈവറ്റ് കമ്പനികളോട് ഇത് പറയാൻ പറ്റുള്ളൂ. KSRTCയിൽ ചാർജ് കുറക്കാതെ പ്രൈവറ്റ് ബസ്സുകളോട് പറയാൻ പറ്റുമോ? അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് കാണിച്ചൊരു മാതൃകയുണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഇപ്പോൾ ഒറ്റ എയർലൈനേ ഉള്ളൂ, അലയൻസ് എയർ. അലയൻസ് എയർ പണ്ട് എയർ ഇന്ത്യയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ എയർലൈൻസ് ഉണ്ടായിരുന്നല്ലോ. ഡൊമസ്റ്റിക് എയർലൈനുകൾ ഇന്ത്യൻ എയർലൈൻസും പുറത്തേക്ക് പോകുന്ന എയർ ഇന്ത്യയുമായിരുന്നു, ഇന്റർനാഷണൽ എയർലൈന്. അപ്പോൾ എയർ ഇന്ത്യ വിറ്റപ്പോൾ നമ്മൾ ഈ ഡൊമസ്റ്റിക് എയർലൈൻ നമ്മുടെ കൂടെ നിർത്തി. ഇപ്പോൾ ഡൊമസ്റ്റിക് എയർലൈനിന് പേര് 96 തൊട്ട് അതിന് പേര് അലയൻസ് എയർ എന്നാണ്. അലയൻസ് എയർ അത് വിറ്റില്ല. അതിനെന്താ കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഒരു പോളിസി ഉണ്ട്. അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലേക്ക് ഇന്ത്യയിലെ കൊച്ചു കൊച്ചു പട്ടണങ്ങളിൽ നിന്ന് പാവങ്ങളും ഇടത്തരക്കാരുമായ ഇന്ത്യക്കാർക്ക് പോകണമെങ്കിൽ ആ പട്ടണങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ചിലവ് കുറഞ്ഞ എയർലൈൻ വേണം. അത് ഇന്ത്യയുടെ പൊതുമേഖലയിൽ നിർത്തി. ആ എയർലൈനാണ് അലയൻസ് എയർ. അലയൻസ് എയർ ഇപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് 21 വിമാനങ്ങളുണ്ട്. അലയൻസ് എയറിന് മാത്രം കൊടുത്തിട്ടില്ല, ഇന്ത്യയുടെ സ്വന്തമാണ്. മാത്രമല്ല 57 സെക്ടറുകളിൽ നടത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ചെറിയ കൊച്ചു നഗരങ്ങളിൽ നിന്ന്, ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കോഴിക്കോട് നിന്ന് കോയമ്പത്തൂർക്ക് പോകണം, അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്നൊന്ന് സേലത്തേക്ക് പോകണം, അങ്ങനെയുള്ള മംഗലാപുരത്തേക്കൊന്ന് പോകണം, അല്ലെങ്കിൽ നമുക്ക് മൂകാംബിക്ക് പോകണം. അങ്ങനെയുള്ള കുറേ ചെറിയ ചെറിയ സർവീസുകൾ അത്തരം 57 ഡെസ്റ്റിനേഷനുകളിലേക്ക്, കൊച്ചു വിമാനത്താവളങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സർവീസിലാണ് ആദ്യം നടപ്പാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കയ്യിലുള്ള സ്വന്തം വിമാന കമ്പനി അത് നടപ്പാക്കി കാണിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം. ആ കമ്പനിക്ക് ചില മുദ്രാവാക്യങ്ങളുണ്ട് കേട്ടോ. അത് നമ്മുടെ രാഷ്ട്രീയമായ ലക്ഷ്യം നടപ്പാക്കാനുള്ള, അതെന്താ വെച്ചാൽ റീജിയണൽ കണക്ടിവിറ്റി എന്നാണ് പറയുക. റീജിയണൽ കണക്ടിവിറ്റി. ഇന്ത്യ ഒന്നാണ്. ഇന്ത്യയുടെ വ്യത്യസ്തങ്ങളായ 10-29 സംസ്ഥാനങ്ങൾ, അതും മലയോര പ്രദേശങ്ങൾ, തീരദേശങ്ങൾ, അങ്ങനെയാണ്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എന്ന് പറയില്ലേ നമ്മൾ, ഗുജറാത്ത് മുതൽ ആസാം വരെ. അപ്പോൾ അതിലുള്ള കൊച്ചു കൊച്ചു നഗരങ്ങൾ തമ്മിലുള്ള റീജിയണൽ കണക്ടിവിറ്റി എന്നാണ് അതിൻ്റെ മുദ്രാവാക്യം. ഹിന്ദിയിൽ മനോഹരമായ ഒരു മുദ്രാവാക്യമാണ് ഉഡാൻ എന്നാണ് അതിന് പറയുക. ഉഡാൻ എന്ന് വെച്ചാൽ UDAN. അതിൻ്റെ ഹിന്ദിയിലുള്ള അബ്രീവിയേഷൻ നിനക്ക് കുറച്ചുകൂടെ അറിയായിരിക്കും. ഉഡേ ദേശ് കാ ആം നാഗരിക് എന്നാണ്. ഉഡേ ഉണരട്ടെ, പറക്കട്ടെ, ദേശ് കാ ആം നാഗരിക്, രാജ്യത്തെ സാധാരണ പൗരന്മാർ ഉണർന്നെണീറ്റ് പറക്കട്ടെ. അവർക്ക് പറക്കാനുള്ള ചിറക് കൊടുക്കുകയാണ് ഈ ഉഡാൻ പദ്ധതിയുടെ ലക്ഷ്യം. ഉഡാൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അലയൻസ് എയർ ഇങ്ങനെ കൊച്ചു കൊച്ചു നഗരങ്ങളിലേക്ക് സർവീസ് നടത്തുന്നത്. അവിടെയാണ് ഇത് ആദ്യം നടപ്പാക്കുക. 2, ഇതിൻ്റെ കൂടെ ഇവർ പറയുന്നൊരു പ്രഖ്യാപനം കൂടിയുണ്ട്. വിമാനയാത്ര ഇനി ചാർജ് സ്ഥിരമായിരിക്കും. നിങ്ങൾക്ക് ഇനി ഫിക്സ് ചെയ്യാം. നമ്മുടെ കുട്ടികൾക്കൊക്കെ കുറ്റിയിൽ പൈസ ഇട്ട് കൊടുക്കാം. ഒന്ന് വിമാനയാത്ര നടത്തണമെങ്കിൽ ഇന്ന് മുതൽ ഇട്ട് തുടങ്ങിയാൽ മതി. 10 രൂപ ഇട്ട് തുടങ്ങിയാൽ അടുത്ത കൊല്ലെങ്കിലും പോകാമല്ലോ. അപ്പോൾ റേറ്റ് കൂടില്ല, റേറ്റ് ഫിക്സഡ് ആയിരിക്കും. എല്ലാവർക്കും വിമാനയാത്ര സാധ്യമാകും. വിമാനയാത്ര ജനാധിപത്യപരമായി തീരും. അതാണ് അവർ പറയുന്നൊരു കാര്യം. എല്ലാവർക്കും സാധ്യമാകുന്ന ഒന്ന്. തോന്നിയ പോലെ ചാർജ് കൂട്ടിയിട്ട് അയ്യോ ഇക്കൊല്ലം ഓണം വേണ്ട എന്ന് വെക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഇക്കൊല്ലം ഞാൻ എൻ്റെ അമ്മാവൻ്റെ മോളുടെ കല്യാണത്തിന് പോകുന്നില്ല എന്ന് തീരുമാനിക്കേണ്ട ഗതികേട് വരുന്നൊരു സാഹചര്യം ഉണ്ടാകരുത്. അതാണ് 1. 2, മധ്യവർഗത്തിന് ഇത് വലിയ ആശ്വാസമാണ്, സ്ഥിരം ചാർജിൽ പോകാൻ പറ്റുക എന്നുള്ളത്. 3, ഈ ചൂഷണം അവസാനിപ്പിക്കുകയാണ്. ചൂഷണത്തിനെതിരായി സർവ്വലോക തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് പറഞ്ഞ് എല്ലാവരും ഇപ്പോൾ ഉണരേണ്ടതാണ്. ഇന്ത്യയിലെ ഏറ്റവും ശക്തമായൊരു ചൂഷണം ഇന്ത്യ ഗവൺമെൻറ് അവസാനിപ്പിച്ചിരിക്കുന്നു. അത് ചെയ്തതിന് അവർ കൈയടിക്കുകയും വേണം, ബിഗ് സല്യൂട്ട് കൊടുക്കണം. ഈ സമയം അതാണ്. വേറൊന്ന്, ഇനി വരാൻ പോകുന്ന വേറൊരു മാറ്റം, നമ്മുടെ എയർപോർട്ടുകളിലെ കഫേകളിൽ, എയർപോർട്ടുകളിലെ റെസ്റ്റോറൻറ്റുകളിൽ ഭീകരമായ ചാർജാണ് വാങ്ങുന്നത്. ആ കൊള്ളയും അവസാനിപ്പിക്കാൻ പോവുകയാണ്. മന്ത്രി പറഞ്ഞിട്ടുണ്ട്, റാം മോഹൻ നായിഡു പറഞ്ഞിട്ടുണ്ട്, ഒരു രാജ്യത്തെ എയർപോർട്ടാണെങ്കിൽ
ആ രാജ്യത്തിൻ്റെ അതേ നഗരത്തിൽ എന്ത് റേറ്റാണോ ആ റേറ്റേ വാങ്ങാവൂ. ആ റേറ്റിലേക്ക് മാറാൻ പോവുകയാണ്. ഞാനൊക്കെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. എൻ്റെ വിമാനത്താവളത്തിന് 2 കിലോമീറ്റർ ഉള്ളൂ എൻ്റെ വീട്ടിലേക്ക്. പക്ഷേ ആ വിമാനത്താവളത്തിൻ്റെ പുറത്തുനിന്ന് ചായ കഴിച്ചാൽ 12 രൂപ കൊടുത്താൽ മതി. അതിനകത്ത് കയറിയാൽ 25, 30, പലപ്പോഴും 50 രൂപ വരെ. മീൻസ് അത്തരത്തിലുള്ള ഒരു കൊള്ളയാണ്. ആ കൊള്ളയെ അവസാനിപ്പിക്കണം. അതുകൊണ്ട് വിമാനയാത്രാ രംഗത്ത് നമ്മുടെ എയർപോർട്ടുകളിൽ, എയർലൈനുകളിൽ വലിയ വിപ്ലവമാണ് നടപ്പാക്കിയിരിക്കുന്നത്. വരാൻ പോകുന്നു എന്നല്ല, നമ്മൾ വിപ്ലവങ്ങളെക്കുറിച്ച് പറയുക, വലിയ മാറ്റം വരാൻ പോകുന്നു എന്നല്ല, വന്നു കഴിഞ്ഞിരിക്കുന്നു മക്കളെ, കണ്ണു തുറന്ന് കാണുവിൻ എന്നാണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത്. തീർച്ചയായിട്ടും അത്ഭുതകരമാണെന്ന് മാത്രമല്ല, അങ്ങേയറ്റം ആശ്വാസകരമാണ്. എല്ലാ ഇന്ത്യക്കാരും, എല്ലാ മാധ്യമങ്ങളും എണീറ്റ് നിന്ന് അപ്ലോസ് കൊടുക്കേണ്ട ഗംഭീരമായൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതൊരു കൊച്ചു തീരുമാനമല്ലേ, ഒരു ഗവൺമെൻറ് ഓർഡറല്ലേ എന്ന് കാണരുത്. അതിൻ്റെ ഗുണഭോക്താക്കൾ ഇന്ത്യ മൊത്തമാണ്. പ്രവാസികൾ പടുത്തുയർത്തിയതാണ് ഇന്ന് കാണുന്ന ഇന്ത്യയുടെ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ. തീർച്ചയായിട്ടും അത് കാണാൻ കണ്ണുള്ളവർക്ക് സാധിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.